നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുത്തൂർ ശ്രീ ദുർഗാ ക്ഷേത്രത്തിലാണ്. അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം. കോഴിക്കോട് സാമൂതിരി രാജവംശത്തിൻ്റെ അധീനതയിലുള്ള മലബാറിലെ 28 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുത്തൂർ ശ്രീ ദുർഗാ ക്ഷേത്രം. പ്രഭാതത്തിൽ സരസ്വതി, മധ്യാഹ്നത്തിൽ മഹാലക്ഷ്മി, രാത്രി മഹിഷാസുരമർദ്ദിനി എന്നീ സങ്കല്പത്തിലാണ് പൂജാതി കർമ്മങ്ങൾ. പ്രതിഷ്ഠ. 3000 കൊല്ലത്തെ പഴക്കമുള്ള ഈ ക്ഷേത്രം നാലമ്പലത്തിൽ പട്ടശ്രീകോവിലിൽ 2 നിലകളിലായി 108 അടി ചുറ്റളവും 34 അടി ഉയരത്തോടും കൂടി സ്ഥിതി ചെയ്യുന്നു. ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്ത് തെക്കോട്ട് ദർശനമായി ഉപദേവതകളായി ദക്ഷിണാമൂർത്തിയും ഗണപതിയും സ്ഥിതി ചെയ്യുന്നു. ശ്രീകോവിലിൻ്റെ ഭിത്തിയിലുള്ള നമസ്കാര മണ്ഡപത്തിൻ്റെയും പഴുക്കാ മണ്ഡപത്തിൻ്റെയും മച്ചിന് മുകളിലുള്ള ശില്പകലാ ചാതുര്യം വിസ്മയം ജനിപ്പിക്കുന്നതാണ്. 7 അടി ഉയരവും 5.5 അടി വീതിയുമുള്ള ബലികല്ലും മലബാറിലെ മറ്റു ക്ഷേത്രങ്ങളിൽ കാണാത്തതും വാസ്തുശില്പകല കൊണ്ട് അതിസുന്ദരവുമാണ്. ഐതിഹ്യം. പരശുരാമൻ പ്രതിഷ്ഠിച്ച 107ാമത്തെ ദുർഗാലയമാണ് പുത്തൂർ ശ്രീ ദുർഗാ ക്ഷേത്രമെന്ന് ഐതിഹ്യമുണ്ട്. മലബാറിൽ ടിപ്പു സുൽത്താൻ്റെ ആക്രമണം നടന്ന കാലത്ത് സുൽത്താൻ്റെ പട ക്ഷേത്രത്തിലെത്തി വിഗ്രഹം സ്വർണ്ണ നിർമ്മിതമാണെന്നും വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളും ക്ഷേത്രത്തിലുണ്ടെന്നും മനസ്സിലാക്കി അതെല്ലാം കവരാനാണ് പട എത്തിയത്. ഈ സമയം ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഒരു ഭക്തൻ പടനായകനെ തടഞ്ഞു. വിഗ്രഹം ശിലാനിർമ്മിതമാണെന്ന് പറഞ്ഞു. എന്നാൽ ഇത് പടനായകന് വിശ്വാസമായില്ല. ഇത് മനസ്സിലാക്കിയ ഭക്തൻ ക്ഷേത്രത്തിനകത്ത് പോവുകയും ശ്രീകോവിലിൻ്റെ വാതിലിന് ഇരുവശമുണ്ടായിരുന്ന ദ്വാരപാലകന്മാരുടെ ഓരോ കരങ്ങൾ മുറിച്ചു കൊണ്ടുവന്ന് പടനായകന് നൽകി. പടനായകന് വിവരങ്ങൾ മനസ്സിലാവുകയും ക്ഷേത്രത്തെ ആക്രമിക്കുക എന്ന ലക്ഷ്യം ഉപേക്ഷിച്ച് മടങ്ങിപ്പോയി എന്നാണ് പുരാവൃത്തം. ക്ഷേത്രത്തിലെ ദ്വാരപാലകരുടെ കരങ്ങൾ ഛേദിച്ച നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. മറ്റൊരു ഐതിഹ്യം കൂടി ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രരേഖകളിൽ പറയുന്നുണ്ട്. വാസ്കോ ഡ ഗാമയുമായി ബന്ധപ്പെട്ടാണ് ചരിത്രം. 1498 കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങി സാമൂതിരി രാജാവിനെ കാണാൻ കോഴിക്കോട്ടേക്ക് പുത്തൂർ വഴി കടന്നു പോകുമ്പോൾ പുത്തൂർ ശ്രീ ദുർഗാക്ഷേത്രം കാണുകയും പള്ളിയാണെന്ന് തെറ്റിദ്ധരിച്ച് വാസ്കോ ഡ ഗാമയും കൂട്ടരും കുന്നുകയറി ക്ഷേത്രത്തിലെത്തി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്നുമാണ് ചരിത്രം പറയുന്നത്. ഉത്സവത്തെക്കുറിച്ചാണ് ഇനി പ്രതിപാദിക്കുന്നത്. മീനമാസത്തിലെ പൂരം ഉത്സവമായി ആഘോഷിക്കുന്നു. എല്ലാ ഉത്സവ ദിവസങ്ങളിലും സഹസ്രദീപം തെളിയിക്കും. ഒത്തിരി സ്നേഹത്തോടെ നമുക്കിനി അടുത്ത വീഡിയോയുമായി കാണാം.